വേദാനുദ്ധരതേ ജിഗന്തിവഹതേ ഭൂഗോളവുദ്വിഭൃതേ. അസുരന്മാരാൽ അല്ലെങ്കിൽ ആസുരീകതയാൽ ഓരോരോ സാധനങ്ങൾ താഴ്ത്തപ്പെടുന്നു. വേദാനുദ്ധരതേ, ഹിരണ്യാക്ഷൻ വേദത്തിനെ, അറിവിനെ താഴ്ത്തി, അതിനെ ഉദ്ധരിച്ചു. അതേപോലെ ഭൂമിയെ താഴ്ത്തിയ സമയത്ത് വരാഹമായിട്ട് ഭൂമിയെ ഉദ്ധരിച്ചു. താഴ്ത്തുക എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങളെ കൊണ്ട് ജീവിതയോഗ്യം അല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭൂമി താഴ്ത്തപ്പെട്ടു. മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പലതരത്തിൽ വരാം. ഭൗതികമായിട്ടുള്ള മാലിന്യങ്ങൾ മാത്രമല്ല, ഭൂമിക്ക് ഒരു ആത്മീയത നിറഞ്ഞു നിൽക്കുന്നുണ്ട്, ജീവൻ ഉണ്ട്. ആ ജീവനിലേക്ക് ചീത്ത വശങ്ങളെ സന്നിവേശിപ്പിച്ചാൽ അല്ലെങ്കിൽ സന്നിവേശിക്കപ്പെട്ടാൽ ആ ഭൂമിയിൽ താമസിക്കുന്ന സമയം മനസ്സിൻ്റെ സന്തോഷം, ശരീരത്തിൻ്റെ ആരോഗ്യം, വിദ്യ, ബുദ്ധി, ഐക്യം ഇതെല്ലാം തകർക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ആ ഭൂമി താഴ്ന്നു കിടക്കുകയാണ്, അവിടെ താമസിക്കാൻ വയ്യ. ആ ഭൂമിയെ ഉദ്ധരിച്ചാൽ, ആ മാലിന്യങ്ങളെ തീർത്ത്, ആ ഭൂമിയുടെ ജീവനിൽ പ്രവേശിച്ചിട്ടുള്ള ആ ആസുരികതകളെ തീർത്ത് ഉയർത്തപ്പെട്ടാൽ ആ ഭൂമിയിൽ താമസിക്കുന്നവർക്ക് സകലവിധ ക്ഷേമ, ഐശ്വര്യങ്ങൾ, സമാധാനം, സന്തോഷം, സന്തതികൾ, സമ്പത്ത്, സൗഭാഗ്യം എന്നിവ അനായാസേന ലഭിക്കപ്പെടുന്നു. അതിന് ആ വരാഹത്തിനെ, വാരാഹിയെ തന്നെയാണ് നമ്മൾ ആശ്രയിക്കേണ്ട. ആ പദങ്ങളെ തന്നെ ഭാരതത്തിലെ തന്നെ ചുരുക്കം വരാഹി ക്ഷേത്രങ്ങളില്ല. കേരളത്തിലെ ഏകം ഒന്നേ ഉള്ളൂ. അന്തിക്കാട്ട് ആലുംതാഴും വരാഹി ക്ഷേത്രത്തിൽ അനവധി കാലമായി ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ ഉയർച്ച ഇല്ല, താഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഭക്തർക്ക് അവർ താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് കുറച്ച് മൃത്ത്, ഈശാനവുള്ളിൽ മൃത്ത് എന്ന് പറഞ്ഞാൽ മണ്ണ്, കുറച്ച് മണ്ണ് എടുത്ത് ആ ദേവിയുടെ തറയിൽ, പാദങ്ങളിൽ സമർപ്പിച്ചാൽ പ്രസ്തുത ഭൂമിയിൽ താമസിക്കുന്ന പ്രജകൾക്ക് ആ ഭൂമിയിലെ ആസുരീകതകളെ, മാലിന്യങ്ങളെ ഇല്ലാതാക്കപ്പെട്ട ഭൂമിയിൽ താമസിക്കുന്നത് കൊണ്ട് എല്ലാവിധ മാനസികം, ശാരീരികം, സാമ്പത്തികം എന്നുവേണ്ട കർമ്മരംഗത്ത്, കലാരംഗത്ത് ഒക്കെ ഉയർച്ച ലഭിക്കപ്പെടുന്നു. അനവധി അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തി പറയാണ്. അതുകൊണ്ട് അനവധി കാലമായി സമാധാന സന്തോഷരഹിതമായി ജീവിക്കുന്നവർക്ക് ഈ ദേവിയുടെ അനുഗ്രഹം ഭക്തി ആദരപൂർവം പ്രയോജനപ്പെടുത്താവുന്നതാണ്. വരാഹി ദേവി ശരണം.